ഹായ്, എല്ലാവർക്കും പ്രഭാസ് വെജി വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നത് ഒരു ഡിഫറെന്റ് സ്നാക്കുമായിട്ടാട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടൊരു സ്നാക്ക്. സ്വീറ്റ് പൊട്ടറ്റോ ധാരാളം വിറ്റമിൻ എ അടങ്ങിയതാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനും കണ്ണിനും ഒക്കെ വളരെ നല്ല സാധനമാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഓയിൽലെസ് ആയിട്ട് എങ്ങനെയാണ് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമുക്കിനി എങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ചോപ്ഡ് ജിഞ്ചർ ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 1 ഒനിയൻ ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കപ്പ്. ഇത് വൈറ്റ് ഒനിയനാണ് എനിക്ക് കിട്ടിയത്. റെഡ് ഒനിയൻ ഉപയോഗിക്കാം. ഇനി ഇതിനെ നന്നായി സോട്ട് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ. ഒന്ന് സോട്ടായാൽ മതി. ഇനി 1 കപ്പ് ചെറിയ കപ്പ് ചോപ്ഡ് ക്യാബേജ് ആഡ് ചെയ്തിട്ട് നന്നായി സോട്ട് ചെയ്യാം. ഇത് ഗോൾഡൻ ആവേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പച്ചമണം മാറിയാൽ മതി. നന്നായി നമുക്കിതിനെ ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി മഞ്ഞൾപ്പൊടി. ഒന്ന് സോട്ട് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ. പച്ചമുളകിന് എരിവുള്ളതുകൊണ്ട് എനിക്ക് 1/2 ടീസ്പൂൺ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലധികം മസാലകളൊന്നും ഞാൻ ചേർത്തുന്നില്ല. നന്നായി നമുക്ക് സോട്ട് ചെയ്യാം. ഇനി വേവിച്ച് വെച്ച സ്വീറ്റ് പൊട്ടറ്റോ ഒരു വലിയ കപ്പ് ഞാൻ ചേർത്തുന്നുണ്ട്. കാണിക്കാനായിട്ട് വലുതായിട്ട് ആഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് മാഷ് ചെയ്ത് തന്നെ ചേർക്കാം. നന്നായി നമുക്കിതിനെ മാഷ് ചെയ്ത് ചേർക്കാം. ഞാൻ ഇതിലിനി കുറച്ചൊരു മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുള്ളൂ. അധികം മസാലകളില്ല, അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഹെൽത്തിയാണ്. നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ചോപ്ഡ് കൊറിയാണ്ടർ ആഡ് ചെയ്യാം. മല്ലിയുടെ ഇല ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൊറിയാണ്ടറും കൂടി ആഡ് ചെയ്യാം. കൊറിയാണ്ടർ പൗഡറും കൂടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഇതിനെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി ചൂടാക്കി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വയ്ക്കാം നമുക്കിതിനെ ഒന്ന്. അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ആയിട്ട് പോകും കേട്ടോ. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. വെള്ളം ഒട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ സോഗിയായി പോകും. ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ചില്ലി പൗഡറോ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് വെള്ളം കൂടുതലാണെന്നോ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അരിപ്പൊടിയോ ഓട്സോ ചേർത്തി കൊടുക്കാം. ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പം ഇത് മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കുറച്ച് വാട്ടർ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ തൊട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ അതിലേക്ക് എഗെയിൻ 1 ടേബിൾ സ്പൂണും കൂടി ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി റൈസ് പൗഡർ. അപ്പോൾ ആകെ ഞാൻ 3 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും 3 ടേബിൾ സ്പൂൺ ഓട്സ് ഉപയോഗിക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആവുന്നുണ്ട്. ഉപ്പോ എരിവോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഈ സമയത്ത്. അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട്ലറ്റിന്റെ ഷേപ്പിലേക്ക് ഉണ്ടാക്കിയെടുക്കാം. നന്നായി റോൾ ചെയ്ത് സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ട്ലറ്റിന്റെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മധുരവും എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 ബ്രെഡ് പൊടിച്ചെടുത്ത പൊടിയാട്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് ഒന്ന് ഈ ഇതിനെ റോൾ ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസ് വെച്ചിട്ട്. ഇത് ഒരു കമ്പൾസറി ഒന്നല്ല, ഇതില്ലാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇടുന്നു എന്ന് മാത്രം. ഇതേപോലെ മറ്റുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഇതപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ വെച്ചിട്ട് ചുട്ടെടുത്തിട്ട് വരാം. ഇനി ഇതാ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. എല്ലാവിടേക്കും എത്തിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓയിൽ ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിനെ എല്ലാ സ്ഥലത്തേക്കും ആക്കാം ഓയിൽ.
ഇനി ഓരോന്നായി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷാലോ ഫ്രൈ ചെയ്യാം, അല്ല ഡീപ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഓയിൽ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണ്. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കുക്കാവട്ടെ. അപ്പോൾ അടിയൊക്കെ ആവും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ അടി കരിയും. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇതിനെ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ലൈറ്റ് ഓറഞ്ചിഷ് കളറിൽ, നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. ലൈറ്റ് ഓറഞ്ചിഷ് കളറിൽ ഗോൾഡൻ ബ്രൗൺ ആയതിൻ്റെ കുറച്ച് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രിസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എണ്ണ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതാ ഒരു നന്നായിട്ട് ഗോൾഡൻ ഓറഞ്ചിഷും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കട്ട്ലറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം അടിപൊളി കട്ട്ലറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രീൻ ചട്നിയുടെ കൂടെ കഴിക്കാം, സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഒരു ഡിഫറെൻറ്റ് സ്നാക്കാണ്. എല്ലാവരും കാണൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്